വണ്ടി മുഴുവനും ഫ്രണ്ട് ഏരിയ മൊത്തം ചളുങ്ങി മൊത്തം പൊട്ടിപ്പോയി. കാട്ടുപോത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടിയുടെ മുകളിലോട്ട് ചാടി കയറി. അതാകെ ഞാൻ പെട്ടെന്ന് സഡനായിട്ട് അവിടെ സ്റ്റക്കായിപ്പോയി. ഓട്ടോക്കാരാണെങ്കിലും ഒരു ബൈക്കുകാരനായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്തായിരുന്നു? അവരുടെയൊക്കെ അവസാനമല്ലേ. ഈശോ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു പോയേനെ. അവിടെ താമസിക്കുന്ന ആൾക്കാരെന്നും രാത്രിയും രാവിലെയൊക്കെ പിള്ളേർ ജോലിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെല്ലാം അപകടം തരണം ചെയ്ത് അവർ. കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന വാർത്തകൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് നടന്ന ഒരു സംഭവമാണ് അതിലേറ്റവും ഒടുവിലത്തേത്. രാവിലെ ദേവാലയത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു ചെമ്പനോടയിൽ വെച്ച് ലിസിയും ഇവരുടെ മകൾ പ്രിയയുടെ മകൻ കെവിനും സഞ്ചരിച്ച വാഹനത്തിന് നേരെ അപ്രതീക്ഷിതമായി കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, വാഹനത്തിന് വലിയ കേടുപാടുകൾ പറ്റിയെങ്കിലും ഇവർക്ക് യാതൊരു പരിക്കും സംഭവിച്ചില്ല. ആ സമയത്തുണ്ടായ അനുഭവത്തെക്കുറിച്ച് ലിസി സൺഡേ ശാലോമിനോട്. ഇന്ന് രാവിലെ 7:30 മണിക്ക് ഞങ്ങൾക്ക് ചെമ്പനോട് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ മോളാണ് വണ്ടി ഓടിക്കുന്നത്. മോളും കൊച്ചുമോനും കൂടെ ഞങ്ങൾ വണ്ടിയിൽ ഒന്നിച്ച് പോകുമായിരുന്നു. ഏതായാലും ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ എനിക്കെന്തോ മനസ്സിനൊരു വിഷമം പോലെ. അപ്പം കാട്ടുമൃഗങ്ങളുടെ ആക്രമണമുള്ള സ്ഥലത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, എടി മോളെ, നിനക്ക് പേടിയുണ്ടോ? പിന്നെ ഈ ചെമ്മനാട് റോട്ടിൽ കൂടെ പോയി അവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല മമ്മി, പേടിയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം മോളെ, സംരക്ഷണ പ്രവർത്തനം ശക്തമായിട്ട് നമുക്ക് ചെല്ലാം എന്നും പറഞ്ഞ് ഞങ്ങളിത് 2-3 പ്രാവശ്യം ഒരു വിട്ടുകൊണ്ട് ചെന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മനസ്സിൽ മാതാവിനോടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒന്നും വരികയില്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് പോയി. അങ്ങനെ ആ ചെമ്മനോടെ ആ ഫോറസ്റ്റിൻ്റെ ഒരു പകുതി കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴത്തേന് വണ്ടി വലിയ സ്പീഡിലൊന്നുമല്ല പോയിക്കൊണ്ട്. ഞങ്ങളുടെ മുന്നിലൊരു കാറ് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞങ്ങൾ പതുക്കെ മോൾ ഓടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോയത്. അപ്പോൾ ഒരു വലിയൊരു ശബ്ദത്തോടെ വലിയൊരു കാട്ടുപോത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുകളിലോട്ട് ചാടി കയറി. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഇതെന്ത് സംഭവം, എന്താ ഈ ആകാശത്തിൽ നിന്ന് വീഴുന്ന ഈ സാധനമാണ്. ഞങ്ങളെ ഇടിച്ച് അങ്ങ് കയറി അതിൻ്റെ മുകളിൽ കയറിയിട്ട് പുറകോട്ട് ചാടി അതങ്ങ് പോയി. അപ്പം ഞങ്ങൾ പിന്നെ സ്റ്റക്കായിട്ട് അവിടെ നിന്നു. ഈശോയെ ഈശോയെ എന്ന് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങളുടെ പുറകിലൊരു വണ്ടി വന്നു, ഒരു പിക്കപ്പ് വന്നു. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ പറ്റുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് സാരമില്ല, ഇറങ്ങണം പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ വണ്ടി മുന്നിലോട്ട് ഞങ്ങൾ പതുക്കെ മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴാണ് വണ്ടിയുടെ കോലം മൊത്തം പോയത്. ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു വണ്ടിയായതുകൊണ്ട് ടെറാനോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ വണ്ടിയുടെ മുൻവശം മൊത്തം പൊളിഞ്ഞു പോയി. പിന്നെ ആ ചില്ലെങ്ങാനും അതിൻ്റെ കാലോ കൊമ്പ് കൊണ്ടോ പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ ഞങ്ങളെ തമ്പുരാൻ രക്ഷിച്ചു. ആ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥനയായതുകൊണ്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചാന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ആൾക്കാരൊക്കെ വന്നു, വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഏതായാലും ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര പേര് പിന്നെ ഓട്ടോക്കാരാണെങ്കിലും ഒരു ബൈക്കുകാരനായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്തായിരുന്നു? അവരുടെയൊക്കെ അവസാനമല്ലേ. ഞങ്ങളുടെ തന്നെ ആ ചില്ല് പൊട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യവും കണക്ക് തന്നെയായിരുന്നു. പക്ഷേ അത് ഞാനവർക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരെന്നും രാത്രിയും രാവിലെയൊക്കെ പിള്ളേർ ജോലിക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെല്ലാം അപകടം തരണം ചെയ്ത് അവർ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ്റൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് ഞങ്ങൾ അവിടെ കയറി പറഞ്ഞപ്പോൾ അവർ കാട് വെട്ടാം എന്നൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നു. അങ്ങനെയുള്ളൊരു അപകടസ്ഥിതിയിൽ നിന്ന് ദൈവം ഞങ്ങളെ കാത്തുരക്ഷിച്ചു. നല്ല തമ്പുരാന് നന്ദി പറയുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലിസിയുടെ മകൾ പ്രിയയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ചെമ്മനോട എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഒരു വലിയൊരു കാട്ടുപോത്ത് ഞങ്ങളുടെ വണ്ടിയിലേക്ക് എടുത്ത് ചാടി. അതാകെ ഞാൻ പെട്ടെന്ന് സഡനായിട്ട് അവിടെ സ്റ്റക്കായിപ്പോയി. പെട്ടെന്ന് അത് മറിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അത് പിന്നെ ഞങ്ങൾ ഒത്തിരി പെട്ടെന്ന് ഭയപ്പെട്ടു. അവിടെ ഫുള്ളും എന്താ പറയുക, വണ്ടി മുഴുവനും ഫ്രണ്ട് ഏരിയ മൊത്തം ചളുങ്ങി മൊത്തം പൊട്ടിപ്പോയി. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ കാറിലിരുന്ന ആർക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി. അതുകൊണ്ട് ദൈവം കാത്തു. വലിയ അപകടത്തിൽ നിന്നും ദൈവമാണ് തങ്ങളെ രക്ഷപ്പെടുത്തിയതെന്ന് കെവിനും പറഞ്ഞു. ഈശോ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചു പോയേനെ. നിയമസഭാ ഇലക്ഷനിൽ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പരേതനായ അഡ്വക്കേറ്റ് കെ ദേവസ്യയുടെ ഭാര്യയാണ് ലിസി.